അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിലെ 110 അധ്യായമായ സൂറത്തുൻ നസ്റാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അധ്യായത്തിന്റെ പശ്ചാത്തലവും പാരായണ നിയമങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് സൂറയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സൂറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനാവരണം ചെയ്യുന്ന കാര്യം 3 കാര്യങ്ങൾ, 3 ലക്ഷണങ്ങൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുകയാണ്. 3 ലക്ഷണങ്ങൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ താങ്കൾ കൂടുതലായി അള്ളാഹുമായി അടുക്കുകയും ദിക്റിലും തസ്ബീഹിലുമായി കഴിയുകയും ചെയ്യുക. ഇതാണ് ഈ സൂറയുടെ ആകത്തുക. ആ 3 ലക്ഷണങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ സഹായമാണ്, 2 അള്ളാഹുവിന്റെ ദീനിന്റെ വിജയമാണ്, മൂന്നാമത്തേത് ജനങ്ങൾ സംഘം സംഘമായി കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. ഈ 3 ലക്ഷണങ്ങൾ പൂർത്തിയായാൽ പ്രവാചകരെ താങ്കൾ കൂടുതലായി അള്ളാഹുമായി അടുക്കുക, തസ്ബീഹ് ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇങ്ങനെയാണ് ഈ സൂറയുടെ മൊത്തത്തിലുള്ള സന്ദേശം. ഇനി നമുക്ക് ഓരോ വാക്കുകളിലേക്ക് കടന്നു പോകാം, ഓരോ വാക്കുകളിലൂടെ കടന്നു പോകാം. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ത്. ഇതാ എന്ന് പറഞ്ഞാൽ ആയാൽ എന്നാണ് പൊതുവെ അതിനർത്ഥം പറയാം. ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ഇനി അങ്ങോട്ട് എന്ത് സമീപനം സ്വീകരിക്കണം എന്ന രൂപത്തിൽ. ഇതാ ആയാൽ. ജാ വന്നു, ജാ വന്നു. അതിന് മുളാരിയ യജീഉ എന്നാണ്. ജാ യജീഉ, ജാ വന്നു, യജീഉ വരും. ഇദാ ജാ വന്നാൽ അല്ലെങ്കിൽ വന്നെത്തിയാൽ. എന്തു വന്നാല്? നസ്റുല്ലാ, നസ്ർ സഹായം എന്നാണ് അർത്ഥം. ഇതിന്റെ ക്രിയാരൂപം നസറ, അതിന്റെ മുളാരി യൻസുറു, നസ്ർ സഹായം. നാസിർ, നസീർ, മൻസൂർ ഇതൊക്കെ നമുക്കിടയിലുള്ള പേരുകളാണ്. നാസിർ, നസീർ ഒക്കെ സഹായി എന്നുള്ള അർത്ഥമാണ്. മൻസൂർ സഹായിക്കപ്പെടുന്നവൻ. നസ്ർ സഹായം എന്നാണ് അർത്ഥം. നസ്റുല്ലാഹി എന്ന് പറയുമ്പോഴോ അള്ളാഹുവിന്റെ സഹായം. നസ്റുല്ലാഹി. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ, അള്ളാഹ് എന്ന പദത്തിന്റെ അവസാനം കസ്റാണ്. പൊതുവെ അങ്ങനെയാണ് അറബിയിൽ ചേർത്ത് പറയുമ്പോൾ ഉണ്ടാകുന്ന രീതിയാണിത്. അള്ളാഹുവോട് മറ്റു വാക്കുകൾ ചേർത്ത് പറയുന്ന ധാരാളം നാമങ്ങൾ നമുക്കറിയാം. അബ്ദുല്ലാഹി, അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമ, അങ്ങനെയാണല്ലോ. അബ്ദുല്ലാഹി എന്നേ വരുള്ളൂ, അബ്ദുല്ലാഹു എന്ന് പറയില്ല. എന്തിനോടാണോ ചേർത്ത് പറയുന്നത് അതിന് കസ്റായിരിക്കും. അബ്ദുല്ലാഹി. അള്ളാഹുവിന്റെ കിതാബ് എങ്ങനെ പറയാം? കിതാബുല്ലാഹി എന്നായിരിക്കും, കിതാബുല്ലാഹി. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ പറയും? റസൂലുല്ലാഹി, റസൂലുല്ലാഹി. അള്ളാഹുവിന്റെ ശക്തി, ഖുദ്റത്തുല്ലാഹി. ഇങ്ങനെ പല വാക്കുകളും നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പൊ നസ്റുല്ലാഹി അള്ളാഹുവിന്റെ സഹായം. ഇദാ ജാ നസ്റുല്ലാഹി അള്ളാഹുവിന്റെ സഹായം വന്നെത്തിയാൽ എന്നാണ്. വൽ ഫത്ത്, ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ് അർത്ഥം. ഫതഹ തുറന്നു, യഫ്തഹു തുറക്കും. അതേസമയം ഇവിടെ ഫത്ത് എന്ന് പറയുമ്പോൾ വിജയം എന്നാണ് അർത്ഥം. ശരിക്കും ഫതഹ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടി ജയിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് 11ാം ക്ലാസ്സിലേക്ക് ഓപ്പണിംഗ് കിട്ടി എന്നാണല്ലോ. 11ാം ക്ലാസ്സിന്റെ +1 വാതിൽ അയാൾക്ക് മുമ്പിൽ തുറന്നു എന്നാണ് അർത്ഥം. അപ്പൊ വിജയവും തുറക്കലും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. ഇവിടെ ഫത്ത് എന്ന് പറയുമ്പോൾ വിജയം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ആയത്ത് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ത്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിയാൽ എന്നാണ്. അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിയാൽ.
ഇനി അടുത്ത ഭാഗം, രണ്ടാമത്തെ ആയത്ത്. വറഅയ്ത നാസ, വാവ് നേരത്തെ വന്നു, ചേർത്ത് പറയാനുള്ളതാണ്. റഅ പുതിയൊരു വാക്കാണ്. റാ അതിന്റെ കൂടെ അലിഫ്, അലിഫിന് മുകളിൽ ഹംസ് ഫത്ഹ്, പിന്നെ ഒരു യ. റഅ, റഅ എന്നല്ല, റഅ. ആ യാഇനെ പരിഗണിച്ചുകൊണ്ട് അല്പം ഒന്ന് നീട്ടി വായിക്കണം. യാ ആണ് എഴുത്തിൽ എങ്കിലും വായനയിൽ അലിഫായിരിക്കും. റഅ, റഅയ എന്നാണ് അതിന്റെ അസ്ല രൂപം. എന്നാൽ ഇവിടെ വായിക്കുമ്പോൾ യാഇന് ഹർക്കത്തില്ല, ചെറിയൊരു അലിഫ് കൊടുക്കാം. റഅ, കണ്ടു എന്നാണ് അർത്ഥം. റഅ, കണ്ടു. അപ്പൊ അതിന്റെ മുദാരി എങ്ങനെയായിരിക്കും? യറ. റഅ എന്നതിന്റെ മുദാരി യറ എന്നാണ്. യാ, റാ, പിന്നെ ഒരു യാ. യറ, അങ്ങനെ കാണും അല്ലെങ്കിൽ കാണുന്നു. റഅ കണ്ടു, വറഅ കാണുകയും, കാണുകയും ചെയ്താൽ എന്ന് മനസ്സിലാക്കണം. അന്ത എന്ന വാക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ? സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ പഠിച്ചിരുന്നു. അൻഅംത, അൻഅമ പ്ലസ് അന്ത എന്നല്ലേ പഠിച്ചത്? അൻഅമ അനുഗ്രഹിച്ചു, അന്ത നീ, അൻഅംത നീ അനുഗ്രഹിച്ചു. അതേപോലെ ഇവിടെ റഅയുടെ കൂടെ അന്ത ചേരാണ്. റഅ പ്ലസ് അന്ത, അപ്പൊ റഅയ്ത എന്നാവും. റഅയുടെ കൂടെ ഒരു യാ ഉണ്ടായിരുന്നില്ലേ? ആ യാഇന് ശബ്ദമുണ്ട്, റഅയ്. പിന്നെ അന്തയുടെ തായും, റഅയ്ത നീ കണ്ടു എന്നാകും. വറഅയ്ത നീ കാണുകയും ചെയ്താൽ. ചെയ്താൽ എന്ന് എവിടുന്ന കിട്ടുക? നേരത്തെ പറഞ്ഞ ഇതാ, ഇതാ ഇവിടെയും ബാധകമാണ്. റഅയ്ത നീ കാണുകയും ചെയ്താൽ. ഇദാ ജാഅ വന്നെത്തിയാൽ, വറഅയ്ത നീ കാണുകയും ചെയ്താൽ. എന്താ കാണുക? അന്നാസ് ജനങ്ങളെ. സൂറത്തു നാസ് നമ്മൾ നേരത്തെ പഠിച്ചാണ്, ജനങ്ങൾ. വറഅയ്ത നാസ ജനങ്ങളെ നീ കാണുകയും ചെയ്താൽ. എങ്ങനെ കണ്ടാല്? യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നത്. ദഖല, ദാല് ഖാ ലാം, ദഖല പ്രവേശിച്ചു. അപ്പൊ മുദാരി എങ്ങനെ? യദ്ഖുലു, യദ്ഖുലു എന്നായിരിക്കും മുദാരി. ദഖല യദ്ഖുലു പ്രവേശിക്കുന്നു. യദ്ഖുലൂന എന്ന് പറയുമ്പോൾ അത് ബഹുവചനായി. യദ്ഖുലുവിന്റെ കൂടെ വാവും നൂനും ചേരാണ്. യദ്ഖുലൂന, അപ്പോ ബഹുവചനായി. യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നു എന്നാകും. വറഅയ്ത നാസ യദ്ഖുലൂന ജനങ്ങൾ പ്രവേശിക്കുന്നതായി നീ കാണുകയും ചെയ്താൽ. എവിടെ പ്രവേശിക്കുന്നത്? ഫീ ഇൽ. ഫീ നേരത്തെ നമ്മൾ പഠിച്ചതല്ലേ? എവിടെയാ പഠിച്ചത്? ഫിൽ ഉഖദ് എന്ന് പഠിച്ചിരുന്നു. ഫിൽ ഉഖദ് കെട്ടുകളിൽ. അപ്പോ ഫീ ഇൽ എന്നാണ്. വറഅയ്ത നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹ്. ദീൻ, ദീന് തന്നെ. ദീൻ പല അർത്ഥത്തിൽ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ ഒരു ദീൻ നമ്മൾ പഠിച്ചില്ലേ? എവിടെ പഠിച്ചത്? സൂറത്തുൽ ഫാത്തിഹയിൽ. സൂറത്തുൽ ഫാത്തിഹയിൽ ദീനിന്റെ അർത്ഥം പ്രതിഫലം എന്നാണ്. പ്രതിഫലം. ഇവിടെ ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് കുറച്ചുകൂടി വ്യാപകമായ അർത്ഥമാണ്. ദീൻ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ മതം എന്ന് പറയാറുണ്ട്. പക്ഷെ മതം എന്ന വാക്കിന് മലയാളത്തിൽ അതിന്റെ ആശയം അഭിപ്രായം എന്നാണ്. ഇസ്ലാം ഒരു മതമാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു അഭിപ്രായമാകുന്നു എന്നാവും. അങ്ങനെയല്ല, ഇസ്ലാം സത്യമാണ്. അപ്പൊ ദീൻ എന്നതിന് മലയാളത്തിൽ പിന്നെ നമുക്ക് പറയാവുന്നത് ഇസ്ലാം ഒരു ജീവിതക്രമമാണ്, ജീവിത വ്യവസ്ഥയാണ് എന്ന് പറയാമല്ലോ. ആ ശൈലിയിലുള്ളൊരു അർത്ഥമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിയമം അല്ലെങ്കിൽ ജീവിത വ്യവസ്ഥ, ഒരു സാമൂഹിക വ്യവസ്ഥ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഫി ദീനില്ല, അള്ളാഹുവിന്റെ ദീനിൽ, അള്ളാഹുവിന്റെ ജീവിതക്രമത്തിൽ, അള്ളാഹു താല പഠിപ്പിച്ച ജീവിതക്രമത്തിലേക്ക്. വറഅയ്ത നാസ ജനങ്ങളെ നീ കാണുകയും ചെയ്താൽ. യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നത്. ഫി ദീനില്ല അള്ളാഹുവിന്റെ ദീനിൽ. എങ്ങനെ? അഫ്വാജ. ഫൗജ് എന്ന് പറഞ്ഞാൽ സംഘം എന്നർത്ഥം. പ്രത്യേക സംഘം സംഘമായിട്ട് ആളുകൾ കടന്നു പോകൂലേ? ബറ്റാലിയൻ എന്നൊക്കെ പറയാം.
ഫൗജ് എന്നതിന്റെ ബഹുവചനാണ് അഫ്വാജ്. ഫി ദീനില്ലാഹി അഫ്വാജ, അള്ളാഹുവിന്റെ ദീനിൽ സംഘം സംഘമായിട്ട് ആളുകൾ കടന്നു പോകുന്നു എന്നാണ്. അപ്പൊ 3 ലക്ഷണങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു. 1 അള്ളാഹുവിന്റെ സഹായം, 2 വിജയം, 3 ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഈ 3 ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നാം മനസ്സിലാക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സഹായം, റസൂലുള്ളാഹിക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടിയിട്ടുണ്ടോ? പ്രത്യക്ഷത്തിൽ നോക്കിയാൽ നിരന്തരമായ പരീക്ഷണങ്ങളും കഷ്ടപ്പാടും യുദ്ധവും പ്രതിസന്ധികളും തന്നെയാണ് ജീവിതത്തിൽ. പക്ഷെ അതേസമയം നാം അതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ വളരെ കൃത്യമായ ചുവടുവെപ്പുകളോടെ അല്ലാഹു തആല ദീനിനെ അതിന്റെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും കാണാം. ചില പണ്ഡിതന്മാർ പറയുന്നത് പ്രവാചകന്റെ വ്യക്തി ജീവിതം മുതൽക്ക് അങ്ങോട്ട് അള്ളാഹുവിന്റെ നിരന്തരമായ ഇടപെടലുകൾ കാണാമെന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥനായിട്ടാണ് പിറന്നു വീഴുന്നത്. അതിൽ പോലും അള്ളാഹുവിന്റെ സഹായമുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്താ കാരണം? ഇബ്രാഹിം അലൈഹിസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പിതാവ് ഒരു പരീക്ഷണമായിരുന്നു. അങ്ങനെയാണല്ലോ, മുശ്രിക്കായിരുന്ന പിതാവിന് വേണ്ടിയിട്ട് ഇബ്രാഹിം അലൈഹിസ്ലാം പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു തആല പിന്നീട് തിരുത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു തടസ്സം റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അല്ലാഹു തആല പിതാവിനെ നേരത്തെ തന്നെ അള്ളാഹുവിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതിൽ പോലും ചില അനുകൂല സാഹചര്യങ്ങളുണ്ട്, അള്ളാഹുവിന്റെ സഹായമുണ്ട് എന്ന അർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും ആട്ടിടയനായി, പിന്നീട് കച്ചവടക്കാരനായി, അത് കഴിയുമ്പോൾ ഖദീജ ബീവിയിലൂടെയുള്ള സഹായം, അവരുടെ കച്ചവടം ഏറ്റെടുക്കുന്നു, പിന്നീട് വിവാഹം കഴിക്കുന്നു. ആദ്യഘട്ടത്തിൽ അവരുടെ സമ്പത്താണ് ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓരോ സന്ദർഭവും, ഹിജ്റ പോലും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സഹായമല്ലേ. അങ്ങനെ ഒരു പറിച്ചു നടൽ ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ മറ്റൊരവസ്ഥയിലാകുമായിരുന്നു എന്ന് നമുക്ക് പറയാം. അതും അള്ളാഹുവിന്റെ സഹായം തന്നെയാണ്. എവിടെ നോക്കിയാലും ഹിജ്റയുടെ വേളയിലെ ഓരോ കാൽവെപ്പുകളിലും അള്ളാഹുവിന്റെ നിരന്തരമായ ഇടപെടലുകൾ നാം കാണുന്നുണ്ട്. പ്രവാചകന്റെ ആസൂത്രണ മികവ് പ്രകടമാവുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഇടപെടലുകൾ, ഗുഹാമുഖത്ത് ശത്രുക്കളുടെ കാൽപെരുമാറ്റം, സിദ്ദീഖുൽ അക്ബർ ഭയപ്പെടുന്നു. ആ സമയത്ത് പറയുന്നുണ്ടല്ലോ, ലാ തഹ്സൻ ഇന്നല്ലാഹു മഅന, താങ്കൾ ദുഃഖിക്കരുത്, അള്ളാഹു കൂടെയുണ്ട്. ഇങ്ങനെ അവിടെയും അള്ളാഹുവിന്റെ സഹായം. മദീനയിൽ എത്തിച്ചേരുന്നു. അവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു നാട് പ്രവാചകനെ എതിരേൽക്കാൻ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് ആ നാട്ടുകാര് സ്വന്തം നാടിന്റെ ഭരണ അധികാരം തന്നെ പ്രവാചകനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. താങ്കൾ ഞങ്ങളുടെ നേതാവാകണം. അള്ളാഹുവിന്റെ സഹായം, ബദറിലെ സഹായം ഖുർആൻ എടുത്തു പറഞ്ഞ കാര്യമാണ്. അള്ളാഹു തആല സഹായിച്ചു. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വളരെ കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടിയാണ് അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നെന്ന് കാണാം. അങ്ങനെ അള്ളാഹുവിന്റെ സഹായം വന്നെത്തിയാൽ അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നെത്താൻ വൽ ഫത്ത്, വിജയവും. എന്താ വിജയം? പൊതുവെ ഖുർആൻ വ്യാഖ്യാതാക്കൾ അത് ഫത്ഹ് മക്കയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മക്ക വിജയമാണത് എന്ന് പറഞ്ഞുകൊണ്ട്. ശരിയാണ്, മക്ക വിജയം തീർച്ചയായും ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു നമുക്ക് കാണാം. എന്നാൽ അതോടൊപ്പം വ്യത്യസ്ത വിജയങ്ങൾ, ബദർ ഒരു വിജയമാണ്. അതുപോലെ ഒരുപാട് യുദ്ധവേളകളിലെ വിജയങ്ങൾ, സന്ധികൾ, ഹുദൈബിയ സന്ധി ഒരു വിജയമായിരുന്നു. വിജയത്തിലാണ് അത് കലാശിക്കുന്നത്. അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നാടുകളും ജനങ്ങളും ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആ നിലക്ക് അള്ളാഹുവിന്റെ ദീൻ വിജയത്തിലേക്ക് അടുക്കുകയാണ് എന്ന് കാണാം. മൂന്നാമതായിട്ട് പറയാണ്, ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നു. അതെപ്പോഴാണ് സംഭവിച്ചത്? ആമുൽ വഫൂദ് എന്നൊരു വർഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹിജ്റ 9-ാം വർഷമാണത്.
പ്രതിനിധി സംഘങ്ങളുടെ വർഷം. ഫത്ഹ് മക്ക സംഭവിച്ചപ്പോ ഹിജ്റ 8 മക്ക വിജയം സംഭവിച്ചതോടുകൂടി ജനങ്ങൾക്ക് ബോധ്യമായി ഇസ്ലാം വികസിക്കുകയാണ്, വളരുകയാണ്. അത് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഇനി പടർന്ന് പന്തലിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലായി. ഇസ്ലാം അറേബ്യയിൽ ഒരു അനിഷേധ്യ ശക്തിയായി തീരാണ്. അപ്പൊ ആ ഒരു ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കൂട്ടം അതിന്റെ പിന്നാലെ കൂടും. അങ്ങനല്ലേ? ഇലക്ഷൻ കഴിഞ്ഞു ഒരു മുന്നണി വിജയത്തിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ ഈർക്കിൽ പാർട്ടികൾക്ക് അതിലേക്ക് വന്നു ചേരുന്നത് കാണാം. എന്ന് പറയുന്ന പോലെ ഭൗതികമായ താല്പര്യങ്ങളുള്ളവരുണ്ടാകാം, എന്നാൽ ഇസ്ലാമിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വന്നവരുണ്ട്. ഇങ്ങനെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഓരോ മേഖലയിൽ നിന്നും ഗോത്രങ്ങളും കുടുംബങ്ങളും നാടുകളും അവരുടെ നേതാക്കളോടൊപ്പം വന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ബൈഅത്ത് ചെയ്യുന്ന, അനുസരണ പ്രതിജ്ഞ ചെയ്യുന്ന സന്ദർഭം ഉണ്ടായി. അതാണ് ആമുൽ വുഫൂദ്, പ്രതിനിധി സംഘങ്ങളുടെ വർഷം. അപ്പൊ അതുകൂടി പൂർത്തിയായപ്പോ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം അതിന്റെ പൂർണ്ണത പ്രാപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഹജ്ജത്തുൽ വിദാഇൽ ഹിജ്റ 10-ാം വർഷം എത്തിച്ചേരുമ്പോൾ അവിടെ വെച്ചൊരു മഹത്തായ വസിയത്ത് നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, ഈ സന്ദേശം ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. അതൊക്കെ ഈ ദൗത്യ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചാണത്. ഞാൻ തിരിച്ചു പോകാറായിരിക്കുന്നു എന്ന സൂചന അതിലുണ്ട്. ഇനി നിങ്ങളാണ് ഈ ദീനിനെ ഏറ്റെടുക്കേണ്ടത്. ആ നിലയ്ക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ ദൗത്യം നിങ്ങൾ പൂർത്തീകരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സമൂഹത്തോട് വസിയത്ത് ചെയ്യുന്നതായിട്ടാണ് എനിക്കോട് കാണാൻ കഴിയുക. അപ്പൊ ഇങ്ങനെ 3 ലക്ഷണങ്ങൾ, അള്ളാഹുവിന്റെ സഹായം, വിജയം, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്, ഈ 3 ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ താങ്കൾ എന്ത് ചെയ്യണം? വിജയശ്രീലാളിതനായ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഏറ്റവും വിജയകരമായി ഫലപ്രദമായി പൂർത്തീകരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം എന്നതാണ് അടുത്ത സൂക്തത്തിലൂടെ അല്ലാഹു തആല ഉണർത്താൻ പോകുന്നത്. ഇസ്ലാമിക സമൂഹത്തിലെ വിജയി, അയാളുടെ സംസ്കാരം എന്തായിരിക്കണം, നിലപാട് എന്തായിരിക്കണം എന്ന് അടുത്ത ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സൂറയും വ്യക്തമാക്കി തരുന്നത് അള്ളാഹുവിന്റെ പ്രവചനങ്ങൾ പുലരുന്നത് തന്നെയാണ്. അള്ളാഹുവിന്റെ സഹായം വന്നു, അള്ളാഹുവിന്റെ ദീൻ നാട്ടിൽ വിജയിച്ചു. ഒരു കാലത്ത് ജനങ്ങളാൽ ആട്ടി അകറ്റപ്പെട്ടിരുന്ന ഇസ്ലാം ഇന്ന് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറി. ഇങ്ങനെ വലിയൊരു മാറ്റത്തിന് ആ സമൂഹം, അവിടെ ജീവിച്ചിരുന്ന പലരും, സിദ്ദീഖുൽ അക്ബറിനെ പോലെയുള്ള മഹത്തുക്കൾ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോലുള്ള മഹത്തുക്കളൊക്കെ ഈ ഇസ്ലാമിന്റെ 2 ഘട്ടവും കണ്ടവരാണ്. അങ്ങേയറ്റത്തെ പരീക്ഷണം നിറഞ്ഞ ഒരു ഘട്ടവും അതിൽ നിന്ന് വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ പിന്നീട് സഹായത്തിലേക്കും വിജയത്തിലേക്കും അത് ജനപ്രീതി ആർജിക്കുകയും ചെയ്യുന്ന അടുത്ത ഘട്ടത്തിലേക്കും എത്തിച്ചേരുന്നുണ്ട്. ആ മഹാന്മാരൊക്കെ നേരിൽ ദർശിച്ചവരാണ്. ഇത് തന്നെയാണ് എന്നും ഇസ്ലാമിന്റെ അവസ്ഥ എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ദീനിന്റെ വഴിയിൽ പ്രതീക്ഷാപൂർവ്വം ഉറച്ചു നിൽക്കണമെന്ന സന്ദേശം ഈ സൂറ നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാഴ്ചപ്പാടിൽ ഇസ്ലാമിനെ പ്രതീക്ഷയോടുകൂടി ഏറ്റുവാങ്ങാൻ കഴിയുന്ന, ആ മാർഗത്തിൽ സമർപ്പിതരാകാൻ കഴിയുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.